ദില്ലി പട്യാല ഹൗസ് കോടതിയിൽ മർദ്ദനമേറ്റെന്ന് കനയ്യകുമാർ. സുപ്രീം കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷനോടാണ് കനയ്യകുമാർ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കോടതി മുറിക്കുള്ളിലും ബി.ജെ.പി. അനുകൂല അഭിഭാഷക സംഘം മർദ്ദിച്ചതായി കനയ്യകുമാർ വെളിപ്പെടുത്തി. അഭിഭാഷക കമ്മീഷനോട് കനയ്യകുമാർ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിളിൽ ലഭിച്ചു. सर पुलिस मुझे लेकर के आई तो सबसे पहले गेट पे इधर से आ रही थी, आई डोंट नो द नंबर। गेट के पास पहले मीडिया वालों ने घेर लिया। अच्छा। पुलिस ने उनसे मुझे बचाते हुए जो ही गेट के अंदर लेकर के आई। उसके बाद एक मॉब ने वकील के कपड़े पहन रखे थे, उन्होंने मेरे ऊपर अटैक किया। अच्छा। इस दौरान गेट में कितनी देर अंदर थे, कितना अंदर बस थे? घुसे ही, ठीक है, एकदम घुसे ही थे। ऐसा लग रहा था कि जैसे वो एक तैयारी में बैठे हुए थे कि जिन्हें आएगा अटैक करें, क्योंकि जो लोग पीट रहे थे ना उसमें से कुछ लोग और लोगों को बुला रहे थे। अच्छा। आ गया इस तरीके से, और पूरे रास्ते में गाड़ियाँ गिर गई, कभी मैं गाड़ी पे गिर गया। और वो जो जहाँ से जब हम कोर्ट एंट्री करते हैं वो जो मशीन होता है, उसके दौरान जब धक्का दे करके मुझे अंदर किया जाता, मेरा पैंट खुल गया। उसके बाद मेरे टी शर्ट, मेरे चप्पल खुल गए, मेरे पैर में इंजरी, मेरे पेट में लात से, घुसे से, एक आदमी से छूट रहा हूँ, दूसरा आदमी कितने. ഇതിന്റെ വിശദാംശങ്ങൾ നൽകാൻ ദില്ലിയിൽ നിന്നും എസ് സന്തോഷ് ശരിയാണ്. സന്തോഷ്, അഭിഭാഷക കമ്മീഷന് മുന്നിൽ കനയ്യകുമാർ മൊഴി നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രധാനമായി എന്തൊക്കെ കാര്യങ്ങളാണ് കനയ്യകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്? സുരേഷ്, ഈ മാസം 17-ാം തീയതി പട്യാല കോടതിയിൽ നടന്ന ആക്രമണ സമയത്ത് സുപ്രീം കോടതി നിയോഗിച്ച അഭിഭാഷക സംഘം പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടത്. അന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കനയ്യകുമാറിനെ കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ അഭിഭാഷക സംഘം ആക്രമിച്ചിരുന്നു. ഇതറിഞ്ഞ് സുപ്രീം കോടതി അടിയന്തരമായി 5 അംഗ മുതിർന്ന അഭിഭാഷക സംഘത്തെ പട്യാല കോടതിയിലേക്ക് നിയോഗിച്ചു. രാജീവ് ധവാൻ, ബൃന്ദ ഗോവർ, കപിൽ സിബൽ എന്നിവരടങ്ങുന്ന 5 അംഗ അഭിഭാഷക സംഘമാണ് എത്തിയത്. അവർ ആ സ്ഥലത്തെത്തുകയും കനയ്യകുമാറിനോട് കോടതി മുറിക്കുള്ളിൽ വെച്ച് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് കനയ്യകുമാർ തന്നെ ആക്രമിച്ച കാര്യങ്ങൾ ആ സമിതിയോട് വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പറ്റം നേരത്തെ ആക്രമിക്കാൻ കാത്തു നിന്നിരുന്നു. ഇവനാണ് നമ്മൾ അന്വേഷിക്കുന്നവൻ, അവൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചുറ്റും കൂടി നിന്ന് മർദ്ദിച്ചു. പോലീസ് യാതൊരു തരത്തിലും ഇവരിൽ നിന്ന് സംരക്ഷിക്കാൻ തന്നെ ശ്രമിച്ചില്ല. ഈ കോടതി മുറിയിലേക്ക് കൊണ്ടുവരുന്ന വഴി മുഴുവൻ അവർ ആക്രമിച്ചു. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ, ബൈക്ക്, സൈക്കിൾ അടക്കമുള്ളവ മറിഞ്ഞു വീണു. താനും പലതവണ ഇതിനിടയിൽ മറിഞ്ഞു വീണു. തൻ്റെ പാൻറ് വരെ കീറിപ്പോയി, ടീഷർട്ട് കീറി, ചെരുപ്പ് നഷ്ടമായി, കാലിൽ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു. ആ കാല് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇത്ര ക്രൂരമായ തരത്തിലുള്ള ഒരു ആക്രമണമായിരുന്നു അവിടെ നടന്നതെന്നാണ് കനയ്യകുമാർ പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് സമീപത്തെ പോലീസ് തന്നെയാണ് വസ്ത്രം എത്തിച്ച് നൽകിയതും ഒക്കെ, കോടതി മുറിയിലേക്ക് എത്തിച്ചതും. എന്തായാലും സുപ്രീം കോടതിക്ക് മുമ്പിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ എത്തിയപ്പോൾ ഡൽഹി പോലീസ് അടക്കമുള്ളവർ ഇവ പുറത്തുവിടരുതെന്ന് കർശനമായി തന്നെ കോടതിക്ക് മുമ്പിൽ വാദിക്കുകയും ചെയ്തു. കോടതിയാകട്ടെ ഈ ദൃശ്യങ്ങൾ തെളിവായി സ്വീകരിച്ചു. ഇതിന്റെ പേരിലാണ് അന്വേഷണത്തിനടക്കം ഉത്തരവിട്ടത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിന് ആദ്യമായിട്ടാണ് ഇത്തരമൊരു ദൃശ്യം ജനം കാണുന്നത് തന്നെ. എന്തായാലും കനയ്യകുമാറിനെതിരെ കൃത്യമായ മർദ്ദനം നടന്നുവെന്ന് സുപ്രീം കോടതിക്ക് വരെ ബോധ്യപ്പെട്ട ഒരു സംഭവം ഈ ദൃശ്യങ്ങളിൽ മറ്റു ചില ഭാഗങ്ങളിൽ കൂടെ കാണാൻ കഴിയും. അഭിഭാഷക സംഘത്തിന് നേരെ കൂക്കുവിളികൾ ഉയരുന്നുണ്ട്. അഭിഭാഷക സംഘം അവിടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്ന പോലീസിനോട് ചോദിക്കുന്നുണ്ട്, കനയെ സംരക്ഷിക്കാൻ ഇവിടെ ആരുമില്ലേ എന്ന്. സമീപ DCPയെ വിളിച്ചു വരുത്തുന്നു. DCP പോലും പറയുന്നത് ഇത്തരം സംഭവങ്ങൾക്കിടയിൽ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ്. പക്ഷെ കനയ്യ അപ്പോൾ തന്നെ അത് നിഷേധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ ആസൂത്രിതമായ ക്രൂരമായ ആക്രമണം കനയ്യയ്ക്ക് നേരെ നടന്നുവെന്ന് കനയ്യ തന്നെ തുറന്നു പറയുകയാണ് ഈ ദൃശ്യങ്ങളിലൂടെ. സന്തോഷ്, അതോടൊപ്പം തന്നെ അഭിഭാഷക കമ്മീഷന് മുന്നിൽ മൊഴി നൽകുമ്പോൾ കനയ്യ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, പോലീസ് ഈ അഭിഭാഷകർ തന്നെ മർദ്ദിക്കുമ്പോൾ നോക്കി നിൽക്കുകയായിരുന്നു എന്നാണ്. അസഹിഷ്ണുതയുടെ നേർചിത്രമായി ഈ കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ഗൗരവമുള്ളതാണ്? വരും ദിവസങ്ങളിൽ എത്രത്തോളം ചർച്ച ചെയ്യപ്പെടും ഈ കാര്യങ്ങൾ?
സുരേഷ്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണത്. ആക്രമണത്തിനിരയായ കനയ്യ തന്നെ പറയുന്നു പോലീസ് തന്നെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന്. നിയമപരമായി പോലീസ് സംരക്ഷണത്തിലാണ് കനയ്യ ആ സമയത്തുള്ളത്. ആ സമയത്ത് പോലീസ് സംരക്ഷണത്തിൽ ഇരിക്കുമ്പോൾ അഭിഭാഷകർ ആക്രമിക്കുന്നതിന് അവർ കൂട്ടുനിന്നു എന്നാണ് കനയ്യയുടെ ഈ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്. കനയ്യക്കെതിരെ നേരത്തെ തന്നെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങളെല്ലാം വ്യാജമാണെന്ന് വ്യക്തമായിരിക്കുന്നു. ആസൂത്രണമാണ് ഇപ്പോൾ നടന്ന ആക്രമണമെന്നും കൂടുതൽ ശക്തമായിരിക്കുന്നു. ഈ അഭിഭാഷക സംഘം ഈ മൊഴി രേഖപ്പെടുത്തുകയും കോടതിയിലെ ദൃശ്യങ്ങൾ പകർത്തുകയൊക്കെ ചെയ്തതിനു ശേഷം സുപ്രീം കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ പോലും പറയുന്നുണ്ട് കനയ്യയുടെ ജീവന് വരെ അപകടത്തിലാണ്. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് കോടതിയിൽ നടന്നത്. അതൊരു കോടതി മുറിയായിരുന്നില്ല, വലിയൊരു ഗുണ്ടാ സംഘത്തിന്റെ താവളമായി പോലും മാറിപ്പോയി എന്ന് അഭിഭാഷക സംഘം തന്നെ അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാണ്. അതിന് അവർ കാണിക്കുന്ന തെളിവാണ് ഈ ദൃശ്യങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുരേഷ്, വ്യക്തമാണ്. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കുമെതിരെ ചെങ്ങന്നൂർ പോലീസ് കേസെടുത്തു. 3 കോടി രൂപയ്ക്കുമേൽ തുക തട്ടിച്ചെന്ന പരാതിയിലാണ് കേസ്. ഇരുവർക്കുമെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ ചെങ്ങന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. 3 കോടിയിൽ പരം രൂപ മൈക്രോ ഫിനാൻസിന്റെ പേരിൽ തട്ടിച്ചെന്നാണ് കേസ്. വ്യാജരേഖ ചമച്ച് പണം തട്ടുക, വിശ്വാസവഞ്ചനയിലൂടെ ചതിച്ച് അന്യായ ലാഭമുണ്ടാക്കുക, SNDP യൂണിയന് അന്യായമായി നഷ്ടം വരുത്തിവെക്കുക തുടങ്ങിയവയാണ് പ്രതികൾക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകളും മണി ലെൻഡേഴ്സ് ആക്ടിലെ വകുപ്പുകളുമാണ് FIR-ൽ ചുമത്തിയിരിക്കുന്നത്. ചെങ്ങന്നൂർ സ്വദേശിയായ സുനിലിന്റെ പരാതിയിലാണ് ചെങ്ങന്നൂർ 1-ാം ക്ലാസ് കോടതി വെള്ളാപ്പള്ളി നടേശൻ, മകൻ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത്. വെള്ളാപ്പള്ളി നടേശൻ 1-ാം പ്രതിയും തുഷാർ വെള്ളാപ്പള്ളി 2-ാം പ്രതിയുമായ കേസിൽ SNDP യോഗം ഭാരവാഹികളായ മറ്റ് 13 പേരും പ്രതികളാണ്. കഴിഞ്ഞ 17-ാം തീയതിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. പരാതിക്കാരുടെ മൊഴികൾ രേഖപ്പെടുത്തിയെന്നും വെള്ളാപ്പള്ളിയുടെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും മൊഴികൾ ഉടൻ രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. ചെങ്ങന്നൂർ SIക്കാണ് അന്വേഷണ ചുമതല. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പീപ്പിൾ എക്സ്ക്ലൂസീവ് DGP സെൻകുമാറിൽ നിന്നും രക്ഷ തേടി IPS ഉദ്യോഗസ്ഥന്റെ കത്ത്. DGPയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ട് ദേവസ്വം വിജിലൻസ് SP V ഗോപാലകൃഷ്ണനാണ് ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകിയത്. മന്ത്രി ഇടപെട്ടില്ലെങ്കിൽ കേരള ചരിത്രത്തിൽ കാണാത്ത അസാധാരണ സംഭവങ്ങളുണ്ടാകുമെന്ന് കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. കത്തിന്റെ പകർപ്പ് പീപ്പിൾ പുറത്തുവിട്ടു. സംസ്ഥാന പോലീസ് മേധാവി പകപോക്കാൻ ശ്രമിക്കുന്നുവെന്ന് കാണിച്ച V ഗോപാലകൃഷ്ണൻ IPS ആണ് ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകിയത്. DGP സെൻകുമാർ 18 വർഷമായി പിന്തുടർന്നു വേട്ടയാടുന്നു. ദുഷ്ടലാക്കോടെ കള്ളക്കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. സെൻകുമാർ പകയുള്ള മനുഷ്യനാണെന്ന് V ഗോപാലകൃഷ്ണൻ തുറന്നടിച്ചു. നമ്മൾ ക്ഷമിച്ച് ഭൂമിയോളം താഴോട്ട് പോകുമ്പോൾ ഇയാൾ കൂടുതൽ ഇങ്ങനെ കയറി നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാനും ഒരു കുടുംബമായിട്ട് കഴിയുന്നതല്ലേ. പിന്നെ ഞാനൊരു അഴിമതിക്കാരനോ ഞാൻ ഒരു അട്രോസിറ്റി ഒന്നും ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല. പകയുള്ള ഒരു മനുഷ്യനാണ്. പക ഈ ടീമിംഗ് വിത്ത് വെൻഡറ്റ അഗൈൻസ്റ്റ് ഹിസ് അഡ്വൈസറീസ്. അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. സെൻകുമാറിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കേരള പോലീസിന്റെ ചരിത്രത്തിലെ മോശം സംഭവങ്ങൾ തുടരുമെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. പോലീസ് തലപ്പത്ത് DGPയോടുള്ള അതൃപ്തിയാണ് V ഗോപാലകൃഷ്ണനിലൂടെ പരസ്യമായി പുറത്തുവരുന്നത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കാൻ ദില്ലി മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ്. ചാന്ദിനി ചൌക്കിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടി പണം കൈമാറിയെന്ന സരിതയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. നവോദയ പ്രവർത്തകൻ ദിലീപിന്റെ ഹർജിയിന്മേലാണ് കോടതി ഉത്തരവ്. മാർച്ച് 31-നകം അന്വേഷണ റിപ്പോർട്ട് നൽകണം. 2012 ഡിസംബർ 27-ന് ചാന്ദിനി ചൌക്കിൽ തോമസ് കുരുവിളയ്ക്ക് 1,90,00,000 രൂപ കൈമാറിയെന്നായിരുന്നു സരിതയുടെ വെളിപ്പെടുത്തൽ. വിജ്ഞാൻ ഭവനിൽ മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു പണം കൈമാറിയതെന്നും സരിത വ്യക്തമാക്കിയിരുന്നു. കാറിൽ വച്ച് പണം നൽകിയതിനു ശേഷം സമീപത്തെ പഞ്ചാബി ധാബയിലെത്തി ചായ കുടിച്ചാണ് പിരിഞ്ഞതെന്നും സരിത വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യത്തിന്മേൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ക്രിമിനൽ നടപടി പ്രകാരം അന്വേഷണം ആരംഭിക്കാനാണ് ദില്ലി തീസ് കസാരി കോടതി ഉത്തരവിട്ടത്. നവോദയ പ്രവർത്തകൻ ദിലീപിന്റെ ഹർജിയിന്മേലുള്ള വാദം കേട്ടായിരുന്നു കോടതി ഉത്തരവ്. മാർച്ച് 31-നകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അഡീഷണൽ സെഷൻസ് ജഡ്ജ് രാകേഷ് കുമാർ രാംപുരി ഉത്തരവിട്ടു. നേരത്തെ ദില്ലി പോലീസ് മുമ്പാകെ സമാന പരാതി നൽകിയപ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് പോലീസ് കേസെടുത്തില്ല. മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാനാകില്ലെന്നായിരുന്നു പോലീസ് നിലപാട്. എന്നാൽ സാങ്കേതികത്വം പറഞ്ഞ് പോലീസിന് ഒഴിയാനാകില്ലെന്നും പരാതിയിന്മേൽ അന്വേഷണം ആരംഭിക്കാനും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബിനെതിരെ ദുരിതാന്വേഷണത്തിന് ഉത്തരവ്. 36.5 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന V ശിവൻകുട്ടി MLAയുടെ പരാതിയിന്മേലാണ് ഉത്തരവ്. വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിജിലൻസ് SP R നിശാന്തിനിക്കാണ് പരാതിയിൽ അന്വേഷണ ചുമതല.
ലൈക്ക് മാത്രമല്ല, ഇനി ചിരിയും സ്നേഹവും ദേഷ്യവും അതിശയവുമൊക്കെ ഫേസ്ബുക്കിലൂടെ പ്രകടിപ്പിക്കാം. ലൈക്ക് ബട്ടണിനൊപ്പം 5 റിയാക്ഷൻ ബട്ടണുകളും ഫേസ്ബുക്ക് അവതരിപ്പിച്ചു. ഡിസ്ലൈക്ക് ബട്ടൺ എന്ന ആശയത്തിന് പകരമായി റിയാക്ഷൻ ബട്ടൺ പ്രാവർത്തികമാക്കുമെന്ന് കമ്പനി മേധാവി മുൻപേ അറിയിച്ചിരുന്നു. For years, people have been asking Facebook for a dislike button. Facebook isn't going to give us that anytime soon, but they did just give us these guys. Facebook calls them reactions, 6 little responses in animated emoji form. ലൈക്കിന് പുറമെ സ്നേഹം, പൊട്ടിച്ചിരി, അതിശയം, സങ്കടം, ദേഷ്യം എന്നിവയാണ് പുതിയ റിയാക്ഷൻ സ്മൈലികൾ. ഓരോ പോസ്റ്റിനും എത്ര ലൈക്ക് ലഭിച്ചു എന്നതുപോലെ എത്ര റിയാക്ഷൻസ് ലഭിച്ചുവെന്നും വേർതിരിച്ച് അറിയാൻ കഴിയും. ലൈക്ക് ബട്ടന് മുകളിൽ മൗസ് എത്തുമ്പോൾ പോപ്പപ്പായി ഇമോഷനുകൾ അടങ്ങുന്ന പുതിയ ലിസ്റ്റ് പൊങ്ങി വരും. തുടർന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. Started wanting to learn how to program computers, and for me, computers and technology were a creative outlet. അയർലൻഡ്, ജപ്പാൻ, സ്പെയിൻ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ഒക്ടോബറിൽ നടത്തിയ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് മറ്റിടങ്ങളിലേക്കും പുതിയ ഫീച്ചർ ലഭ്യമാക്കി തുടങ്ങിയത്. നേരത്തെ ലൈക്ക് ബട്ടണും കമന്റ് ഓപ്ഷനും മാത്രമായിരുന്നു ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നത്. മനോവികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഓപ്ഷൻ ഇല്ല എന്ന പരാതിയെ വ്യാപകമായതിനെ തുടർന്നാണ് കമ്പനി പുതിയ മാറ്റങ്ങൾ ഒരുക്കിയത്. മരണം, ബന്ധം വേർപിരിയൽ, അപകടം, ദുരന്തം, മറ്റ് അനിഷ്ട സംഭവങ്ങൾ തുടങ്ങിയ പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്യുന്നതിന് പകരം മറ്റൊരു സംവിധാനം വേണമെന്ന ആവശ്യമാണ് ഉയർന്നിരുന്നത്. റബ്ബർ വിലയിടിവിൽ പ്രതിഷേധിച്ച് പാർലമെന്റിന് മുമ്പിൽ ഇടത് എംപിമാർ പ്രതിഷേധ ധർണ നടത്തി. വിലയിടിവ് തടയാൻ കേന്ദ്ര സർക്കാർ നടപടി കൈക്കൊള്ളുന്നില്ലെന്ന് എംപിമാർ ആരോപിച്ചു. നേരത്തെ ഇത് സംബന്ധിച്ച് എംപിമാർക്ക് നൽകിയ ഉറപ്പ് രേഖകൾ ലംഘിക്കപ്പെട്ടുവെന്നും ഇടത് എംപിമാർ കുറ്റപ്പെടുത്തി. പ്രതിഷേധ ധർണയ്ക്ക് ശേഷം ഇടത് എംപിമാർ പ്രധാനമന്ത്രിയെ കണ്ട് നിവേദനം നൽകി.